അല്ലെങ്കിൽ രാഹുവിൻ്റെ സംബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് അവരുടെ വേദികളെല്ലാം കളഞ്ഞുകൊണ്ട് ഇവർ തന്നെ ശോഭിക്കാനും ശ്രമിക്കും. അസൂയ ഇതൊക്കെ വരികയും ചെയ്യും, കൊലപാതകമൊക്കെ നടത്തിക്കളയുകയും ചെയ്യും. അങ്ങനെയുണ്ട്. ശിക്ഷ പുരാതന ഭാരതത്തിൽ കൊടുത്തിരുന്ന ഏത്തമിടല, ഇങ്ങനെ ചെവിയിൽ പിടിച്ചുകൊണ്ട് ഈ കൈകളുടെ മുട്ട് നിലത്ത് പോയി മുട്ടണം, കാല് ഗുണം പോലെ വെച്ചുകൊണ്ട്, അതാണ് ഏത്തമിടൽ. അങ്ങനെ ചെയ്യുമ്പോൾ പിംഗിള നാഡികൾ ഉണരും. അപ്പോഴത്തന്നെ കുട്ടിയുടെ ഉറക്കവും പോവും, ബുദ്ധിശക്തി കൂടും, ഋജുരേഖയിലേക്ക് ബുദ്ധി വരും. കുട്ടിക്കാലത്തെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർ ഈ കവിത എഴുതും പക്ഷേ കുടിച്ചിട്ടിരിക്കും എന്നൊക്കെ പറയുന്നത്. കാരണം അവരുടെ സബ് കോൺഷ്യസ് ഒന്ന് സർഫസ് ചെയ്യും, അപ്പോൾ പാട്ടുമൊക്കെ ഇറങ്ങി വരുക. സഞ്ജയൻ സർ, മനസ്സിൻ്റെ കാരകനാണല്ലോ ചന്ദ്രൻ. അങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സ് ദുർബലമാണോ, അല്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെ മാനസികമായുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും. മനസ്സിൻ്റെ കാരകനാകുന്ന ചന്ദ്രനെ കൊണ്ട് വേണം മനോബലത്തെക്കുറിച്ചെല്ലാം പറയാം. നമ്മളുടെ ഒരു കാലിക പ്രസക്തിയുള്ളൊരു കാര്യമുണ്ട്. എല്ലാവരും തന്നെ ആത്മീയതയുടെ പേരിൽ, കോൺഷ്യസ്നെസ്സാണ്, സൂപ്പർ കോൺഷ്യസ്നെസ്സാണ് ആത്മീയത എന്ന് പറയും. ആ പരമാത്മജ്ഞാനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ബോധാതീതത്തിൻ്റെ പേരിൽ പലപ്പോഴും സിദ്ധിവിശേഷങ്ങളെക്കുറിച്ചാണ് പറയാറ്, സിദ്ധി നേടുന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ സിദ്ധിയുടെ തലവും ജ്ഞാനത്തിൻ്റെ തലവും രണ്ടും രണ്ടാണ്. പക്ഷേ സിദ്ധികൾ വർദ്ധിപ്പിക്കുക അത് പ്രായോഗിക ജീവിതത്തിന് ഒരുപാട് ഗുണം ചെയ്യും, അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് അത് പ്രാതിഭാസിക തലത്തിലും വളരെ ഗുണമാണ്. ഇപ്പോൾ ഒരാളിൻ്റെ കഴിവുകളെക്കുറിച്ചും അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചിന്തിപ്പിക്കുന്നത് മനസ്സാണ്. അപ്പം മനസ്സിനെ സൂക്ഷ്മമായിട്ട് അപഗ്രഥിക്കുന്നതിലൂടെയാണ് ഈ സിദ്ധിവിശേഷങ്ങൾ പോലും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ സിദ്ധികളും മനസ്സുമായി ബന്ധപ്പെടുത്തി പറയണം. സംഗീതവാസനയുണ്ട്, ശുക്രൻ ബലവാനാണ്, കലാവാസന ഉണ്ടെങ്കിലും അത് പ്രകടിതമാകണമെങ്കിൽ മനസ്സിൻ്റെ കാരകനാകുന്ന ചന്ദ്രൻ കുറച്ച് അനുഗ്രഹീതമായിരിക്കണം. പക്ഷേ മനസ്സിൻ്റെ കാരകനാകുന്ന ചന്ദ്രനോടൊപ്പം രാഹുവൊക്കെ നിന്നാൽ, അല്ലെങ്കിൽ രാഹുവിൻ്റെ സംബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് അവരുടെ വേദികളെല്ലാം കളഞ്ഞുകൊണ്ട് ഇവർ തന്നെ ശോഭിക്കാനും ശ്രമിക്കും. അസൂയ ഇതൊക്കെ വരികയും ചെയ്യും, കൊലപാതകമൊക്കെ നടത്തിക്കളയുകയും ചെയ്യും. അങ്ങനെയുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള വികലതകളെയും സാത്വികതയും എല്ലാം ചിന്തിക്കേണ്ടത് ചന്ദ്രനെ കൊണ്ടാണ്. ആ ചന്ദ്രൻ എങ്ങനെ നിൽക്കുന്നു അത് അതുകൊണ്ടാണ് ഒരാളിനോട് കൂട്ടുകൂടുമ്പോൾ ഇവർ ഏത് സമയത്ത് മട്ടുമാറാനിടയുണ്ട് എന്നുള്ളത് ചന്ദ്രനുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചോണം. പക്ഷബലം നോക്കണം, ഏറ്റവും കുറഞ്ഞ പക്ഷം പക്ഷബലമെങ്കിലും വേണം. മുൻകാലത്ത് ഒരുപാട് ജ്യോത്സ്യന്മാർ ഈ ചന്ദ്രന് ബലമില്ലാത്ത രാശി എന്ന് പറയുന്നത് ഒരു വൃശ്ചികക്കൂറ് തന്നെ. ചന്ദ്രൻ നീചനാണല്ലോ വൃശ്ചികത്തിൽ. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഒത്തിരിയും ജ്യോത്സ്യന്മാർ ഈ നക്ഷത്രക്കാരെല്ലാം പ്രശ്നമാണെന്നും പറഞ്ഞിരിക്കുന്ന ഒരു രീതി ഉണ്ടായി. ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടു. വൃശ്ചികക്കൂറ്, വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. അതൊരു മണ്ടനാശയമാണ്. ഒരുപാട് പേരിങ്ങനെ പറയുന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചന്ദ്രന് ഏതെങ്കിലും തരത്തിലുള്ള ബലമുണ്ടോ എന്നൊക്കെ ചിന്തിക്കണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം പക്ഷബലമുണ്ടോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ശുക്ലപക്ഷത്തിലാണോ ജനിച്ചിരിക്കുന്നത്, കൃഷ്ണപക്ഷത്തിലാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഒരു 4-5 ദിവസങ്ങൾക്കുള്ളിലാണ്. അപ്പം കൃഷ്ണപക്ഷം വെച്ചാൽ വെളുത്തുവാവിന് ശേഷം വരുന്നതാണ് കൃഷ്ണപക്ഷം. കറുത്തപക്ഷം അത് കറുത്തുവാവിൽ ചെന്ന് അവസാനിക്കും. അപ്പോൾ കൃഷ്ണപക്ഷ പ്രഥമ, കൃഷ്ണപക്ഷ ദ്വിതീയ, കൃഷ്ണപക്ഷ തൃതീയ, കൃഷ്ണപക്ഷ ചതുർത്ഥി, കൃഷ്ണപക്ഷ പഞ്ചമി വരെ നമുക്ക് സൂക്ഷ്മമായിട്ട് ചന്ദ്രന് ബലമൊക്കെ ആരോപിക്കാം. നമ്മൾ ഒത്തിരി അനലൈസ് ചെയ്തില്ല. സപ്തമി വരെയും അതിൻ്റെ ഒരു ഓളം കിട്ടും. പിന്നെ രാത്രിയിൽ ജനിച്ചാൽ ഗുണമാണ്. ഈ പക്ഷബലം, ഈ ദോഷം, ചന്ദ്രന് ബലമില്ലാത്ത നക്ഷത്രങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന നക്ഷത്രങ്ങളിൽ പോലും രാത്രിയിൽ ജനിച്ചാൽ ഗുണമാണ്. പക്ഷേ എൻ്റെ ഒരു കണ്ടെത്തലനുസരിച്ച് ചന്ദ്രന് വേണ്ടി പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങൾക്കാണ് ചന്ദ്രൻ്റെ പ്രഭാവം കുറവ്. രോഹിണി, അത്രം, തിരുവോണം ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളാണ്. ഏറ്റവും കൂടുതൽ ജളത്വം കാണിക്കുന്നവരും ഇവരൊക്കെ തന്നെയാണ്. ഗ്രഹനില അനുഗ്രഹമല്ല എങ്കിൽ, ഗ്രഹനില കൂടുതൽ ആരോഗ്യകരമല്ല എങ്കിൽ, പ്രധാനപ്പെട്ട ഒരു യോഗങ്ങളുമില്ല എങ്കിൽ, ഒരു തരത്തിലും ഒരു ഗുണവുമില്ലാത്ത ഇത് വരും. ഇപ്പം ചന്ദ്രന് മാത്രമല്ല, പല ബലങ്ങളും പലതരത്തിൽ ഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ രോഹിണി, അത്തം, തിരുവോണം വലിയ പ്രശ്നക്കാരാണ്. അപ്പോൾ ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളായി ജനിച്ചു. ചന്ദ്രന് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്
രോഹിണി അത്തം തിരുവോണം. സാധാരണ ഒരു ശൈലി ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് അങ്ങ് ബലമാണെന്ന് പലപ്പോഴും മുമ്പുള്ളവർ പ്രഖ്യാപിക്കുമായിരുന്നു. പക്ഷെ നോക്കുമ്പോൾ ഈ രോഹിണി അത്തം തിരുവോണക്കാർ വളരെ പ്രശ്നം ഉള്ളവരായിട്ട് വരുന്നവരുണ്ട്, ഏറ്റവും നല്ലവരുമുണ്ട്, അല്ലെങ്കിൽ വളരെ ദുഃഖിതരുമാണിവർ, ഒരു പ്രശ്നമില്ലാത്തവരുണ്ട്. ഇപ്പോൾ ഈ വിഷാദ രോഗങ്ങളൊക്കെ പോലുള്ള കുഴപ്പങ്ങൾ അതൊക്കെ ഈ ആദിത്യ ചന്ദ്രബന്ധം വരുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഇപ്പം ഇന്നലെയും ഞാനൊരു ഗ്രഹനില നോക്കിയിരുന്നു. പൂർവ്വജന്മത്തിൽ മഹാസന്യാസിയൊക്കെ ആയിരുന്ന ഗ്രഹനിലയാണ്. ഈ ജന്മത്തിൽ ക്രൈസ്തവ സമൂഹത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം പറഞ്ഞപ്പോൾ ആ ചേഷ്ടകളെല്ലാം അയാൾക്കുണ്ട്. ഞാൻ പറയുന്നത് പലതും എളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരും പറയാതെ. അപ്പോൾ അത് ഞാൻ ശരിക്കും ഇന്നലെ നോക്കിയൊരു കാര്യം, വളരെ അതിശയകരമായിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ഇതൊക്കെ ചെയ്യാനാണ് താല്പര്യം. ഈ പറഞ്ഞ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അയാൾ അറിയാതെ ചെയ്യുകയാണ്. ഇപ്പം ഞാൻ രാവിലെ ഇങ്ങനെ സൂര്യന് വേണ്ടുന്ന ചില പ്രാർത്ഥനകൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ആരും പറഞ്ഞിട്ടില്ല, ആരും പറയാതെ അയാൾക്ക് തോന്നലോടുകൂടി ചെയ്യുന്നതായിട്ട്. പക്ഷെ അയാളുടെ പൂർവ്വജന്മഫലം നോക്കിയിട്ട് ഞാൻ അതിശയിക്കുകയാണ്. കാരണം പുരാതന ഭാരതത്തിൽ ഇപ്പോൾ ഏതോ ഒരു സന്യാസി ആയിരുന്നിരിക്കും. അപ്പോൾ അതിൻ്റെ ഇനിയും ഞാനത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പഠിക്കാൻ. പക്ഷേ ഈ ജന്മത്തിൽ അയാൾക്ക് എങ്ങും പോയി സഹകരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതും പറഞ്ഞു. അപ്പോഴാണ് കൂടെ നിൽക്കുന്നവരെല്ലാം ശത്രുക്കളായി മാറുക, അയാളെ കളിയാക്കുക, ദ്രോഹിക്കുക. ഒരു ദുർവാസനകളുമില്ല, യാതൊരു വിധത്തിലുള്ള ദുർവാസനകളിലേക്കും അങ്ങനെ മനസ്സ് പോകാതിരിക്കുക, അവരുടെ ഇടയിൽ ജീവിച്ചിട്ട് പോലും. അതൊക്കെ അത് പൂർവ്വജന്മത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പക്ഷേ ഇതാണ് നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അനലൈസ് ചെയ്ത് വരുമ്പോഴാണ് ഈ ചന്ദ്രൻ്റെ. പക്ഷേ അയാൾക്ക് ആദിത്യനും ചന്ദ്രനും കൂടി യോഗം ചെയ്ത് നിൽക്കുകയും കൂടിയാണ്. പെട്ടെന്ന് മനസ്സിന് ക്ലേശമൊക്കെ വരും. അതുപോലെ നമ്മൾ ഈ ചില ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ, അതിലെ അഡിക്ഷൻ വരുന്ന സമയത്ത് അതും ഈ ചന്ദ്രനെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും, ഇത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. അല്ലാതെ ഹൈപ്പർ ആക്ടിവിറ്റിയെ കുറിച്ചൊക്കെ പറയണം. പിന്നെ ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ കൂടുതലുള്ളവരെല്ലാം ലഹരിശീലത്തിലേക്ക് പോകും. ഇപ്പം നമ്മൾക്കിപ്പോൾ ഇവിടെ ലഹരിശീലങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമാണല്ലോ നടത്തുന്നത്. അത് തെറ്റ്. ഇപ്പം കുട്ടികളെ ഉപദ്രവിക്കുന്നത്, ഇപ്പം ഗവൺമെൻറ് ഇപ്പോൾ എന്തോ ഒരു നിയമം വന്ന് കുട്ടികളെ ശിക്ഷിക്കാമെന്ന്, അത് തന്നെ കുഴപ്പമാണ്. ശിക്ഷിക്കാൻ പാടില്ല. പിന്നെ എവിടെയാണ് അധ്യാപനത്തിൻ്റെ രീതി മാറ്റേണ്ടത്, അവിടെയാണ് അത് മനഃശാസ്ത്രപരമാണ്. അങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത്. ഇവിടെ ശിക്ഷ പുരാതന ഭാരതത്തിൽ കൊടുത്തിരുന്ന ഏത്തമിടല, ഇങ്ങനെ ചെവിയിൽ പിടിച്ചുകൊണ്ട് ഈ കൈകളുടെ മുട്ട് നിലത്ത് പോയി മുട്ടണം, കാല് ഗുണം പോലെ വെച്ചുകൊണ്ട്, അതാണ് ഏത്തവിടൽ. അങ്ങനെ ചെയ്യുമ്പോൾ പിംഗല നാഡികൾ ഉണരും. അപ്പോഴത്തന്നെ കുട്ടിയുടെ ഉറക്കവും പോവും, ബുദ്ധിശക്തി കൂടും, ഋജുരേഖയിലേക്ക് ബുദ്ധി വരും. അപ്പം എവിടെ ഫോക്കസ് ചെയ്യുന്നു അവനത് പഠിക്കാനൊക്കെ. പിന്നെ അവന് ദുസ്വഭാവങ്ങൾ വരില്ല. ഈ ഏത്തവിടൽ സമ്പ്രദായം നിന്നു, പണ്ടേ നിന്നു. ഈ അടിയും പിടിയൊക്കെ വന്നു, അത് നിന്നിരിക്കുകയായിരുന്നു. ഇപ്പം വീണ്ടും അടിയും പിടിയിലേക്ക് വരുമ്പം അവൻ്റെ ക്രിയേറ്റിവിറ്റി നശിക്കും. അടിയൊന്നും അല്ല വേണ്ടത്. അപ്പോൾ അതൊരു വശം. ഇതെല്ലാം നമുക്ക് ഈ ഒരു ഏരിയയിലൂടെ, മനസ്സിൻ്റെ കാര്യത്തിലൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരു കുട്ടിയുടെ ഇതുപോലൊരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള ആ ഒരു വീക്ക്നെസ് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും അറിയാനൊക്കെ. ഞാൻ ആ കുട്ടിയെ മിക്കവാറും ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കലയെ പഠിപ്പിക്കാൻ പറഞ്ഞു വിടും. അവന് പറ്റിയൊരു കല കണ്ടെത്തും. ഇപ്പോൾ കായിക കല, മായിക കല, സരസകല എന്ന് പറഞ്ഞ് ഈ 64 ശാസ്ത്രങ്ങളെ 64 കലയാക്കി വെച്ചിരിക്കുക. കുട്ടിക്കാലത്തെ വിടണം അതിനേതെങ്കിലും. അപ്പോൾ ചെണ്ടമേളമാണോ, പാട്ടാണോ, ഈ ജിംനേഷ്യത്തിൽ പോക്കാണോ, യോഗ ചെയ്യണോ, അല്ലെങ്കിൽ ഈ കളികളാണോ, അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിലേക്ക് വിട്ടാൽ മതി. ഇതൊന്നും വരില്ല. പിന്നെ മനസ്സിന് ഊർജ്ജം കൂടിയവർ ഉറപ്പായിട്ടും ലഹരി വസ്തുക്കളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് ഉപയോഗിക്കാത്ത, കുട്ടിക്കാലത്തെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർ ഈ കവിത എഴുതും പക്ഷേ കുടിച്ചിട്ടിരിക്കും എന്നൊക്കെ പറയുന്നത്. കാരണം അവരുടെ സബ് കോൺഷ്യസ് ഒന്ന് സർഫസ് ചെയ്യും. അപ്പോൾ പാട്ടുമൊക്കെ ഇറങ്ങി വരിക. അവരെ ശരിക്കും അന്നേ ജപവും ധ്യാനവും പരിശീലിപ്പിക്കുകയും അവർക്ക് പറ്റിയൊരു കലയെ അഭ്യസിപ്പിക്കുകയും കൂടെ, ഒരു മന്ത്രവും പഠിപ്പിക്കുകയും കൂടെ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ല. അതൊക്കെ പോയിട്ട് അത്രയും മൂല്യശോഷണം സംഭവിച്ച് ആത്മീയത നശിച്ചിരിക്കുന്ന ആത്മീയ മാർഗങ്ങൾ നശിച്ചിരിക്കുന്ന ഒരു കാലയളവിൽ വന്നുകൊണ്ടാണ് മദ്യപിച്ചിട്ടേക്ക് പാട്ടെഴുതാനൊക്കെ എന്നൊക്കെ പറയേണ്ടി വരും. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം
250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.